ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ആകാശ് മഹേഷിനോട് പറയണ്ടേ, എടാ ചാവേണ്ടത് ഞാനല്ലടാ, നീയാണടാ ചാവേണ്ടത്, നീ ചാവടാ എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുത്തിട്ട് മഹേഷിനെ നേരെ തിരിയണം. മഹേഷ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കുമ്പോഴേക്കും മഹേഷിൻ്റെ വയറ്റിൽ തന്നെ 2-3 കുത്തുവാണ് ആകാശ്. ശേഷം പൊട്ടിച്ചിരിക്കുകയാണ് മഹേഷ്. മരിച്ചത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആകാശ്. അതോർത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേക്കും കേട്ടോ. ആദ്യം കണ്ടൊരു സ്വപ്നമാണത്. ഡാഡി എന്ന് പറഞ്ഞ് വിളിച്ചു കൂവി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. ആ ഒച്ച കേട്ട് പെട്ടെന്ന് തന്നെ രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോനെ എന്തു പറ്റി, സ്വപ്നം വരുന്നതും കണ്ടോ ചോദിക്കുമ്പോൾ കണ്ടു അമ്മേ, കുറച്ച് വെള്ളം എന്ന് പറയാണ്. അങ്ങനെ രചന കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. നീ എന്ത് സ്വപ്നമാണ് കണ്ടത്? അത് പിന്നെ ഡാഡിയെ, മഹേഷിനെയാണോ കണ്ടത്? മഹേഷിന് എന്താ നീ സ്വപ്നം കണ്ടത്? മഹേഷ് നിന്നെ തട്ടിക്കൊണ്ടുപോകണ സ്വപ്നം കണ്ടോ? അങ്കിൾ എവിടെ? റൂമിൽ നല്ല ഉറക്കമാണ്. പറ മോനെ, മഹേഷൻ നിന്നെ തട്ടിക്കൊണ്ടുപോകുന്ന സ്വപ്നമാണ് നീ കണ്ടത്? അമ്മ ഒന്ന് പോയിക്കേ, എനിക്ക് കിടന്നുറങ്ങണം എന്ന് പറയാണ്. ശേഷം ആദ്യം പുതച്ചു മൂടി കിടന്നുറങ്ങാണ്. രചന അത് കണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. രചന പോയി കഴിയുമ്പോഴേക്കും ആദ്യം ആ സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കുക കേട്ടോ. പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ ചിപ്പി അണിഞ്ഞൊരുങ്ങി സ്കൂളിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. രാമനാഥൻ വിളിക്കുന്നുണ്ട്, സ്വപ്നം ദേ ചിപ്പി മോൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി, പെട്ടെന്ന് വാ എന്ന് പറയാണ്. ചിപ്പി പറയുന്നുണ്ട്, അമ്മയും അതുപോലെ തന്നെ ഡാഡിയും രാവിലെ തന്നെ പോയി, ഇനി ചിപ്പി മോൾ ആര് സ്കൂളിൽ കൊണ്ടാക്കും, അതിനല്ലേ എന്നെ ഏർപ്പാടാക്കണം അമ്മ എന്ന് പറയാണ്. അല്ല, അവരെവിടെയാണ് പോയത്? മമ്മിയും ഡാഡിയും അവരോ ആതിര എന്ന് പറഞ്ഞ ആൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാണ്. അവർ വിചാരിച്ചാൽ മാത്രമേ ഇനി വിനോദാങ്കിളിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. സ്വപ്നവലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല, അച്ചാമ്മ വരുന്നുണ്ടോ ഇന്ന് സ്കൂളിലേക്ക്? ഇവിടെ നിന്നിട്ട് എന്തിനാ മോളെ, ഞാനും വരുന്നുണ്ട് രാമ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിനോദിനെ കാണാൻ പോകണം. ചിപ്പിമോൾ സ്കൂളിലാക്കിയിട്ട് നമുക്കൊന്ന് ക്ഷേത്രത്തിലൊക്കെ പോവാം, കരഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കാം, ശേഷം വിനോദിനെ കാണാൻ പോവാം. നമുക്ക് ആ വിനോദിനെ കണ്ടിരിക്കാൻ പറ്റുള്ളൂ ആ അവസ്ഥയിൽ. എനിക്ക് എന്തായാലും എൻ്റെ മോനെ കാണണം, വിനോദിനെ കാണാം. അതിനുശേഷം ഇഷിതയും മഹേഷും ആതിരനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ആ കുട്ടിനെ കാണാൻ പോകാം. ആ കുട്ടിയുടെ കയ്യും കാലും പിടിച്ച് നമുക്ക് സംസാരിക്കാം. മനസാക്ഷി കുറച്ചെങ്കിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് രാമനാഥൻ പറയാണ്. പിന്നീട് കാണിക്കുന്നത് സുചിത്രേനെയാണ്. ഇത്ര ബാഗിലെ എല്ലാ ഡ്രസ്സുകളും എടുത്തു വയ്ക്കുക കേട്ടോ. വിനോദിനെ കുറിച്ചുള്ള ഓർമ്മകളും പേറിക്കൊണ്ട് എല്ലാ ഡ്രസ്സുകളും എടുത്തു വെക്കുന്ന കൂട്ടത്തിൽ ഇന്നലെ ഉടുത്ത ആ സാരി ആ കൂട്ടത്തിലുണ്ടെന്ന്, വിവാഹത്തിന് ഉടുത്ത സാരി കേട്ടോ. അതും കരഞ്ഞുകൊണ്ട് നമ്മുടെ സുചിത്ര പെട്ടിയിലാക്കി വെക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ പ്രിയാമണി വരുവാണ്. സുചിത്ര, നീ ഒന്ന് അടക്കളേ വാ, നമുക്കെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ജോലി ചെയ്യാം, വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് സുചിത്ര പെട്ടിയിൽ ഡ്രസ്സൊക്കെ എടുത്തു വെക്കണ കാണുന്നത്. അല്ല, നീ എന്താ ഡ്രസ്സെല്ലാം എടുത്തു വെക്കണത്? നീ എന്താ ഇവിടുന്ന് പോകാൻ പോവാണോ? അതേ ചെറിയമ്മ, ഞാൻ ഇവിടുന്ന് പോവാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടേക്ക് ഞാൻ 2-3 ദിവസം മാറി നിൽക്കാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കിവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവളുടെ വീട്ടിലേക്ക് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് പറയാണ്. നീ അപ്പോൾ ഞങ്ങൾ ഉപേക്ഷിച്ച് അങ്ങോട്ടേക്ക് പോവാണല്ലേ? അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? നിൻ്റെ വിവാഹം ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ഒന്ന് മാറ്റിവെച്ചു, അത്രയല്ലേ ഉണ്ടായുള്ളൂ. വിനോദ് ജയിലിലാണ്, കൊലക്കുറ്റത്തിനെ നല്ലല്ലോ, കള്ളക്കേസിനല്ലേ, അതുടനെ തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇത്രയൊക്കെയുള്ളൂ നീ? അപ്പോൾ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് നീ അങ്ങോട്ട് പോവുകയാണല്ലോ. ഇളയമ്മേ, എന്നെ തടയല്ലേ, എനിക്ക് പോയേ പറ്റൂ. ശരി, നീ പോയിക്കോ, എൻ്റെ ശവത്തിൽ ചവിട്ടി വേണമെങ്കിൽ നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അടുക്കളയിലേക്ക് കയറി പോവാണ്. പക്ഷെ സുചിത്ര അതൊന്നും കേട്ട് നെട്ടുന്നൊന്നും ഇല്ല കേട്ടോ. സുചിത്ര ഡ്രസ്സുകളൊക്കെ വീണ്ടും എടുത്ത് വെക്കുകയാണ് ബാഗിലേക്ക് പോകാനായിട്ട്. പിന്നീട് കാണിക്കണ ഇഷിതേനെയും മഹേഷിനെയാണ്. ഇവരുടെ മൊബൈലിലേക്ക് പ്രിയാമണി വിളിക്കുക കേട്ടോ. അതിനു മുമ്പ് ഇഷിത മഹേഷിനോട് ഇഷിതയോട് ചോദിക്കുന്നുണ്ട്, അല്ലടോ നമ്മൾ പോകുന്നവർ വല്ല കാര്യം ഉണ്ടാവോ? ആതിരനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവൾ നമ്മുടെ കൂടെ നിൽക്കും. എനിക്ക് 100% വിശ്വാസമാണ്. വീട്ടുകാരോ പണത്തിൻ്റെ മുകളിൽ വീണിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആതിരനെ അവിടെ നിന്ന് മാറ്റിയത്. പക്ഷെ ഞാൻ പോയി സംസാരിച്ചാൽ അവൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പാണ്. അവളുടെ ലൈവ് ലൊക്കേഷൻ തന്നെയാണ് ഇട്ട് തന്നിരിക്കുന്നത്, നമുക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയാമണിയുടെ കോള് കാണുന്നത്. അമ്മയാണല്ലോ വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ അമ്മേ, മോളെ നീ എവിടെയാ? ഞാനും മഹേഷും കൂടി ആതിര എന്ന് പറഞ്ഞ പെൺകുട്ടിയെന്ന് പറഞ്ഞില്ലേ, അവരൊന്ന് കാണാൻ വേണ്ടി പോവാ. മോളെ അധികം ദൂരം യാത്ര ചെയ്തില്ലെങ്കിൽ നീ വീട്ടിലേക്കൊന്ന് വരാവോ? എന്താ അമ്മേ, എന്താ പ്രശ്നം? ദേ സുജി ബാഗൊക്കെ എടുത്ത് പോവാൻ നിൽക്കുവാന്നോ? എങ്ങോട്ടേക്ക്? എനിക്കറിയില്ല, നീ ഒന്ന് വരാവോ മോളെ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ശരിയമ്മേ, ഞാൻ പെട്ടെന്ന് വരാം. അമ്മ അതുവരെ അവളൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ നോക്ക്. ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. മഹേഷ്, എന്താ പ്രശ്നം? മഹേഷ് ഒന്ന് വണ്ടി നിർത്താവോ? എന്താ, നമുക്ക് തിരിച്ചു പോയാലോ? സുചിത്ര പോവാൻ നിൽക്കുവാണ്, അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ അന്വേഷിച്ച് ഞാൻ ഇറങ്ങേണ്ടി വരും. കുഴപ്പമില്ലടോ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ, നമുക്ക് തിരിച്ചു പോവാം. അതിനുശേഷം സുചിത്രനെ ആശ്വസിപ്പിച്ചതിന് ശേഷം നമുക്ക് പോകാം. ശരി എന്ന് പറയുകയാണ്. അങ്ങനെ മഹേഷ് ഇഷിതൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുവാണ്. മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്കും ഇഷിത പ്രിയാമ്മയുടെ ഫ്ലാറ്റിലേക്കും വരുക കേട്ടോ. വാതിൽ തുറക്കണത് ഇഷിത കാണുന്ന കാഴ്ച സുചിത്ര ബാഗൊക്കെ തൂക്കി അവിടെ നിന്ന് പോകാൻ പോവാണ്. അപ്പോൾ പ്രിയാമണി ചോദിക്കണ്ടേ, അപ്പോൾ ഞങ്ങളുടെ വാക്കിന് അതിനൊക്കെ ഒരു വിലയില്ലല്ലേ? ഇളയമേനോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ ഇവിടുന്ന് പോയേ പറ്റൂ എന്ന് സുചിത്ര പറയാണ്. അത് കേട്ടുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല, നീ ഇവിടുന്ന് പോകാൻ പോവാണല്ലോ,
ഒളിച്ചോടി പോകാൻ പോണല്ലേ? ഇതാണോ നീ വിനോദിനെ കൽപ്പിക്കുന്ന വില? അവൻ്റെ ഒരു ആപത്തൊന്നും നീ ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്ട് അവൻ്റെ ഉപേക്ഷിച്ച് പോകുമല്ലേ? ഇതാണ് ഒരു ഭാര്യ ധർമ്മമല്ലേ? കൊള്ളാം. ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കണം ഏത് പ്രതിസന്ധിയിലും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിനക്ക് നിൻ്റെ കാര്യം മാത്രമാണ് വലുത്. ഞാനും അച്ഛനും അമ്മയും പറഞ്ഞതൊന്നും നിനക്ക് വിലയില്ലേ? അമ്മക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെ അമ്മ വലുത്. എടി, നീ ഇളയമ്മയെടുത്തും അതുപോലെ തന്നെ നിൻ്റെ ഇളയച്ചെന്ന് പറഞ്ഞ് നടക്കുന്ന എൻ്റെ അച്ഛനും അമ്മയടുത്തും ചോദിച്ചിട്ടാണോ വിനോദിനെ പ്രണയിച്ചത്? അല്ലല്ലോ. എന്നിട്ട് അവനൊരു ആപത്തുന്നപ്പോൾ നീ ഇട്ടേച്ചും പോവാം. ഞാനും മഹേഷും കൂടിയിട്ട് ആതിര എന്ന് പറഞ്ഞ പെൺകുട്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുമായിരുന്നു. അവളെ കണ്ടുപിടിച്ച് സത്യങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടി, വിനോദ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ യാത്ര പകുതിക്കുച്ച് നിർത്തിയിട്ടാണ് നിൻ്റെ കൂടെ നീ വിഷമിക്കണമെന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. വിനോദിന് ചിലപ്പോൾ നിനക്ക് വേണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വേണം. കാരണം എന്താണെന്നറിയാവോ, എന്നെ അത്രമാത്രം സഹായിച്ചിട്ടുണ്ട് വിനോദ്. അതൊന്നും എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഞാനും മഹേഷും എന്തായാലും വിനോദിനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. നിൻ്റെ എന്താ നിലപാട് ഞങ്ങൾക്ക് മനസ്സിലായി. അമ്മേ, ഇവള് പോണെങ്കിൽ പോട്ടെ, പക്ഷെ സുജി, നീ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നീ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് കൂടിയാണ് ഇറങ്ങിപ്പോണത്. ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു അനിയത്തിയില്ല. അമ്മേ, അച്ഛ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മകളും ഇല്ലെന്ന് വിചാരിച്ചേക്ക്. എപ്പോഴും സുചിത്ര ഒരു മകളാണെന്ന് പറഞ്ഞെടുക്കുമല്ലോ. ഇനി ഈ ബന്ധം നമുക്ക് വേണ്ട അമ്മേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ കാര്യമില്ല വലുത്. അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇഷിത പ്രിയാമണനും കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോവാട്ടോ. സുചിത്ര ബാഗൊക്കെ അവിടെ വലിച്ചെറിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന മനസ്സിനെയാട്ടോ. മനസ്സിനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ മാധവ് വരുന്നുണ്ട്. ആ മോനെ, അതെ, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു, തമിഴ്നാട്ടിൽ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന്. അവിടെ നിന്ന് നീയും ലയയും കൂടി പോകാമോ? എൻ്റെ അമ്മേ, അതിന് അവളും കൂടി വിചാരിക്കണ്ടേ? അവൾക്ക് ആ ഡോക്ടറെ പിടിക്കുമോ? എവിടെ പോയാലും ഡോക്ടർമാരുടെ സ്വഭാവമാണല്ലോ അവൾ ആദ്യം നോക്കണത്. നീ ഒന്ന് കൂട്ടിക്കൊണ്ട് പോ. എനിക്കെന്തോ ഇത് നടക്കുമെന്ന് തോന്നുക. നീ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു അച്ഛനാവണം. എനിക്ക് അത്രയേ ഉള്ളൂ. ഇഷിത, അവൾ പ്രഗ്നൻ്റ് ആവണം മുമ്പ് നീയാണ് ലയ വേണം പ്രഗ്നൻ്റ് ആവാനായിട്ട്. നീ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവണം. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അമ്മേ, അതൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കേ. അതിന് മുമ്പേ തന്നെ വാശിയും വൈരാഗ്യമോ പിന്നെ എങ്ങനെ നന്നാവണത് എന്ന് പറയാണ്. അത് കേൾക്കുന്നത് ലയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മേ, അമ്മയുടെ മോൻ ഇപ്പോഴുമേ അവളുണ്ടല്ലോ ഇഷിത, അവൾ ആദ്യം പ്രഗ്നൻ്റായി കാണുന്ന ഇവൻ്റെ ആഗ്രഹം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവനാ ഇവൻ എന്ന് പറയാണ്. ആണാടാ, നീ അങ്ങനെയാണോ ചെയ്യുന്നത്? എൻ്റെ അമ്മേ, നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഗർഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സിദ്ധന്മാരെയും വൈദ്യന്മാരെയും പോയി കാണാൻ പോകുന്ന ആൾക്കാരെയൊക്കെ ഞാനെന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് മാധവ് പുച്ഛത്തോടെ രണ്ടുപേരെ നോക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലയക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ആവാന്ന്. അയ്യോ മോളെ, എന്തു പറ്റി എന്ന് മനസ്സിൽ ചോദിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ലയ ഓടിപ്പോയിട്ട് ഛർദ്ദിക്കുക കേട്ടോ. അത് കാണുന്നത് മനസ്സിൽ പറഞ്ഞിട്ട്, ഈശ്വര, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എൻ്റെ മരുമകൾ തന്നെ ആദ്യം ഗർഭിണിയാവാ. മോൾക്ക് വിശേഷമുണ്ട് മോളെ. സത്യമാണോ അമ്മേ? എനിക്ക് വിശേഷമുണ്ടോ? അതെ, മോൾക്ക് വിശേഷമുണ്ടെന്ന് പറയാണ്. അത് കേട്ട് മാധവ് ചിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മ എന്താ അറിഞ്ഞിട്ടായി പറയണത്? എടാ, ഇതൊക്കെ മനസ്സിനെ കുറേ കണ്ടിട്ടുണ്ട്. ഇത് വിശേഷത്തിൻ്റെ ഓക്കാരം തന്നെയാണ്. എൻ്റെ അമ്മേ, ഇവളെന്താ കഴിച്ചതെന്ന് അമ്മ ഒന്ന് ചോദിച്ചേ. ഇവളെ പുറത്തുനിന്ന് ഫുഡ് വരുത്തി കഴിച്ചു. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയാണല്ലോ, വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അത് പിടിക്കില്ല. പുറത്ത് രുചിയുള്ള ഭക്ഷണം, വയറ് കേടാവുന്ന ഭക്ഷണവും മതി. ചോദിച്ചു നോക്ക് മരുമകളത്ത്, പുന്നാര മരുമകൾ എന്താ കഴിച്ചതെന്ന്. ആണോ മോളെ, നീ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോ എന്ന് മനസ്സിന് ചോദിക്കുമ്പോൾ ആ അമ്മ കഴിച്ചു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിന് ആകെ ചമ്മിപ്പോകുക കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷിനോട് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ വിനോദിനെ അല്ല അവർ ഉന്നം വെച്ചത്, മഹേഷിനെയാണ്. മഹേഷിനെ കൊടുക്കാൻ വേണ്ടി വിനോദിനെ കുടുക്കിയെന്ന് ഓർത്താൽ മതി എന്ന് പറയാണ്. ശേഷം നമ്മുടെ ആകെ വെപ്രാളത്തിൽ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ചിപ്പിനെ പോയി കാണുവാണ്. മോളെ ചിപ്പി, എന്താ ആദ്യേട്ടാ, നീ രാവിലെ ഡാഡീനെ കണ്ടായിരുന്നുവല്ലോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴാണ് ആദിക്ക് സമാധാനമാവണത്. ശേഷം മഹേഷും ഇഷിതയും കൂടിയിട്ട് ആതിരയുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അവിടെ ആരും അവിടെ ഉണ്ട്. അവരുടെ സംസാരിക്കാൻ വേണ്ടി ഇഷിതയും മഹേഷും കൂടി അയാളുടെ അടുത്തേക്ക് പോകുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.